നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. ഒഷാവയിലെ വസതിയിൽ ഒരു സ്ത്രീ മരിച്ച നിലയിൽ പോലീസ് മലയാള യുവാവിനെ തിരയുന്നു. 2024 മെയ് 7 ചൊവ്വാഴ്ച ഏകദേശം 7 മണിക്ക് സെൻട്രൽ ഈസ്റ്റ് ഡിവിഷൻ അംഗങ്ങൾ റൈഡോ സ്ട്രീറ്റിലെയും സഗുനയവനയിലെയും ഒരു വസതിയിൽ വെച്ച് ഒരു മലയാളി യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഡഹാം റീജിയണൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മരിച്ച യുവതിയുടെ ഭർത്താവെന്ന് സംശയിക്കുന്ന മലയാളിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായി. തുടർന്ന് പോലീസ് വ്യക്തിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി. ലാൽ കണ്ണമ്പുഴ പൗലോസ് എന്ന 31-കാരനെ ഒന്റാരിയോ ലൈസൻസ് പ്ലേറ്റ് CSKZ 784 നമ്പറുള്ള ഒരു നീല ഫോർഡ് എസ്കേപ്പ് വാഹനത്തിലാണ് അവസാനമായി കണ്ടതെന്ന് പോലീസ് അധികൃതർ അറിയിച്ചു. ദമ്പതികൾ തമ്മിൽ കുറച്ചു ദിവസങ്ങളായി തർക്കങ്ങളുണ്ടായിരുന്നതായി സംശയിക്കുന്നു. മരിച്ച യുവതി ചാലക്കുടി സ്വദേശിനിയാണ്. നിങ്ങൾ ആ വ്യക്തി സഞ്ചരിച്ച വാഹനമോ യുവാവിനെയോ കാണുകയാണെങ്കിൽ ദയവായി ആളെ നേരിട്ട് സമീപിക്കാതെ ഉടൻ 911 എന്ന നമ്പറിൽ ബന്ധപ്പെടാൻ ജനങ്ങൾക്ക് പോലീസ് നിർദ്ദേശം നൽകി. ഡ്രേക്കസ് ബ്രിഡിൽ പാത്ത് മാൻഷന് പുറത്ത് സെക്യൂരിറ്റി ഗാർഡിന് വെടിയേറ്റു. ദ ബ്രിഡിൽ പാത്തിലെ റാപ്പിൾ ഡ്രേക്കിന്റെ വീടിന് പുറത്ത് നടന്ന വെടിവെപ്പിനെ തുടർന്ന് സെക്യൂരിറ്റി ഗാർഡിനെ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി പോലീസ് അറിയിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിക്ക് ശേഷമായിരുന്നു സംഭവം നടന്നത്. പരിക്കേറ്റയാൾ ഗുരുതരവും എന്നാൽ ജീവന് അപകടകരമല്ലാത്തതുമായ പരിക്കുകളാൽ ആശുപത്രിയിൽ തുടരുകയാണെന്ന് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ പോൾ ക്രാവ്സിക് പറഞ്ഞു. സെക്യൂരിറ്റി ഗാർഡ് ഡ്രക്കിന്റെ വസതിക്ക് പുറത്ത് ഗേറ്റിലിരിക്കുമ്പോൾ ഒരു വാഹനത്തിൽ വന്ന ഒരാൾ വെടിയുതിർക്കുകയായിരുന്നു. ഇതുവരെ പോലീസിനെ വെടിയുതിർത്ത ആളെയോ വാഹനത്തിന്റെ വിവരമോ ലഭ്യമായിട്ടില്ല. സ്കൂൾ ഒഴിപ്പിക്കലേക്ക് നയിച്ച ബോംബ് ഭീഷണി അടിസ്ഥാനരഹിതമെന്ന് പോലീസ്. ടൊറന്റോയുടെ കിഴക്കേറ്റത്തുള്ള ഒരു സ്കൂൾ ചൊവ്വാഴ്ച ബോംബ് ഭീഷണി ഉണ്ടെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ഒഴിപ്പിച്ചിരുന്നു. എന്നാൽ അന്വേഷണത്തിന് ശേഷം ബോംബിന്റെ തെളിവുകളൊന്നും കണ്ടെത്തിയില്ലെന്നും ഭീഷണി അടിസ്ഥാനരഹിതമാണെന്നും പോലീസ് അറിയിച്ചു. ജോൺസ് അവന്യൂവിലെ റിവർഡെയിൽ കൊളീജിയറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും ജെറാർഡ് സ്ട്രീറ്റ് ഏരിയയിലേക്കും ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം നടക്കാൻ സാധ്യതയുള്ളതായി പോലീസിന് വിവരം ലഭിച്ചത്. പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും വളരെ ജാഗ്രതയോടെയാണ് സ്കൂൾ ഒഴിപ്പിച്ചതെന്നും പോലീസ് അറിയിച്ചു. റഫേലിലെ ഇസ്രായേലിന്റെ സൈനിക നടപടി പൂർണ്ണമായും അംഗീകരിക്കാനാവില്ലെന്ന് ജോളി. പ്രദേശത്തെ കുടിയൊഴിപ്പിക്കപ്പെട്ട ഫലസ്തീനികളുടെ അവസാന അഭയകേന്ദ്രമായ ഗാസ മുനമ്പിലെ റഫ നഗരത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ അധിനിവേശത്തോടുള്ള പ്രതികരണമായി ലിബറൽ മന്ത്രിമാർ ചൊവ്വാഴ്ച തങ്ങളുടെ ഖേദം പ്രകടിപ്പിച്ചു. കാനഡയുടെ വിദേശകാര്യമന്ത്രി റാഫേലിലെ സൈനിക നടപടിക്ക് ഇസ്രായേലിനെ ശാസിച്ചു. വെടിനിർത്തൽ ചർച്ചകൾ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. സ്ത്രീകളുടെയും കുട്ടികളുടെയും നിരപരാധികളായ സാധാരണക്കാരുടെയും ജീവൻ അപകടത്തിലാക്കുന്ന റഫയുടെ അധിനിവേശം പൂർണ്ണമായും അംഗീകരിക്കാനാവില്ല എന്ന് വിദേശകാര്യമന്ത്രി മെലാനി ജോളി പാർലമെന്റ് ഹില്ലിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ, ബ്രാംപ്ടൺ, ലത മേനോൻ, ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കരി ഹൌസ്, മിസിസാഗ, ജോജു അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ, കണ്ണൂർക്കാരന്റെ തൊട്ടുകട, ഡ്യൂപോണ്ട് സ്ട്രീറ്റ്, ടൊറന്റോ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാ പ്രകാശ്.